ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി IT ജീവനക്കാരെയും പ്രവാസി കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന അത്യന്തം ഗൗരവമേറിയ ഒരു വാർത്തയാണ് വാഷിംഗ്ടണിൽ നിന്ന് പുറത്തുവരുന്നത്. വിസ കാലാവധിക്കുള്ളിൽ ജോലി നഷ്ടപ്പെടുന്ന വിദേശ ജീവനക്കാർക്ക് അമേരിക്കയിൽ പുതിയ തൊഴിൽ കണ്ടെത്താനോ സ്റ്റേറ്റസ് മാറ്റാനോ നൽകിയിരുന്ന 60 ദിവസത്തെ ഇളവ് അഥവാ 60 ഡേയ്സ് ഗ്രേസ് പീരീഡ് പൂർണ്ണമായും നിർത്തലാക്കാൻ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. DHS തയ്യാറാക്കിയ ഈ പുതിയ നിർദ്ദേശം നിലവിൽ വൈറ്റ് ഹൗസിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റിന്റെ അതായത് OMBയുടെ അടിസ്ഥാന വിലയിരുത്തലിലാണ്. 2017 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് H1B, L1, O1, TN തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് വിസകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പിരിച്ചുവിടൽ നേരിട്ടാൽ രാജ്യത്ത് നിയമപരമായി തുടരാനും പുതിയ സ്പോൺസറെ കണ്ടെത്തി H1B ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കാനും അല്ലെങ്കിൽ B1, B2 വിസിറ്റർ വിസയിലേക്ക് മാറാനും 60 ദിവസത്തെ സാവകാശം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അന്ന് തന്നെ വിദേശ ജീവനക്കാരുടെ നിയമപരമായ വിസ സ്റ്റേറ്റസ് അവസാനിക്കും. അതായത് പുതിയ സ്പോൺസറെ കണ്ടെത്താനോ വിസ ട്രാൻസ്ഫർ ചെയ്യാനോ അമേരിക്കയിൽ തുടർന്നുകൊണ്ട് അപേക്ഷ നൽകാൻ ഇവർക്ക് സാധിക്കാതെ വരികയും ഉടനടി രാജ്യം വിടേണ്ടി വരികയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. അമേരിക്കയിലെ H1B വിസ ഉടമകളിൽ 70%-ലധികവും ഇന്ത്യക്കാരായതിനാൽ ഈ നയമാറ്റം ഏറ്റവും വലിയ തിരിച്ചടിയാകുക പ്രവാസി ഇന്ത്യക്കാർക്കാണ്. പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിലെയും ടെക്സസിലെയും ന്യൂജേഴ്സിയിലെയും ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്ക്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവരുടെ H4 ഡിപ്പെൻഡന്റ് വിസയിലുള്ള പങ്കാളിക്കും കുട്ടികൾക്കും പെട്ടെന്ന് താമസമോ പഠനമോ അവസാനിപ്പിച്ചു മടങ്ങേണ്ട അവസ്ഥ വരും. വീട്ടുവാടക, കാർ ലോണുകൾ, കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്നിവ ക്രമീകരിക്കാൻ പോലും സമയം ലഭിക്കാത്ത വിധം കടുത്ത പ്രഹരമായിരിക്കും ഈ നിയമമാറ്റം ഉണ്ടാക്കുക. എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയിലുള്ള മലയാളികൾ ഉടനടി പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം ഇതൊരു നിർദ്ദേശം അഥവാ പ്രപ്പോസ്ഡ് റൂൾ മാത്രമാണ്. ഫെഡറൽ നടപടികൾ അനുസരിച്ച് OMB പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഈ നിർദ്ദേശം ഫെഡറൽ രജിസ്റ്ററിൽ പബ്ലിക് നോട്ടീസായി പ്രസിദ്ധീകരിക്കും. തുടർന്ന് 30 മുതൽ 60 ദിവസത്തെ പബ്ലിക് കമന്റ് പീരീഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം ജനങ്ങളുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഫൈനൽ റൂൾ തയ്യാറാക്കി പ്രാബല്യത്തിൽ വരാൻ കുറഞ്ഞത് മാസങ്ങൾ എടുക്കും. അതിനാൽ നിലവിൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ആനുകൂല്യം മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ കടുത്ത വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ അമേരിക്കയിലെ മലയാളി ജീവനക്കാർ ഇപ്പോൾ തന്നെ അടിയന്തര മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ I-94 രേഖകളുടെ വാലിഡിറ്റി തീയതികൾ നിരന്തരം പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി ജോലി നഷ്ടപ്പെടാനുള്ള ചെറിയ സൂചനകൾ ലഭിച്ചാൽ പോലും തൊഴിൽദാതാവുമായി സംസാരിച്ച് നിങ്ങളുടെ അവസാന പ്രവൃത്തി ദിവസവും പേറോൾ തീയതികളും കൃത്യമായി രേഖപ്പെടുത്തുക. H1B ട്രാൻസ്ഫറിന് ആവശ്യമായ മുൻകാല പേ സ്റ്റാബുകൾ, I-14 ഫോം അപ്രൂവൽ നോട്ടീസുകൾ, എക്സ്പീരിയൻസ് ലെറ്ററുകൾ എന്നിവ എപ്പോഴും കൈവശം കരുതുക. കൂടാതെ ബിഗ് ടെക് ലേ ഓഫ് ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ക്യാപ് എക്സംപ്റ്റ് ആയ സർവകലാശാലകൾ, റിസർച്ച് ഓർഗനൈസേഷനുകൾ എന്നിവയിലെ തൊഴിൽ അവസരങ്ങൾ മുൻകൂട്ടി കണ്ടുവെക്കുന്നത് ഉചിതമായിരിക്കും. H1B കൂടാതെ O1 വിസ, EB2, NIW അല്ലെങ്കിൽ താൽക്കാലികമായി F1 സ്റ്റുഡന്റ് വിസയിലോ B1, B2 വിസയിലോ മാറാനുള്ള ലീഗൽ ബാക്കപ്പ് പ്ലാനുകൾ നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ആലോചിച്ച് തയ്യാറാക്കി വെക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിലെ ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.